പാളൂർ, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഇപ്പോൾ ഹമാസിന്റെ ഹയ്യെ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണമായിരുന്നു ഖത്തറിലേക്ക്. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകൻ കൊല്ലപ്പെടുന്നു. അതിനുശേഷവും ഈ ചർച്ചയിൽ അദ്ദേഹം എത്തുകയാണ്. ഹയ ഇതിൽ പറയുന്നത് ഗാസയിലെ കൂട്ടക്കുരുതി അത്രമാത്രം ദുഃഖിപ്പിക്കുന്നുണ്ട്, അതിന് ഏറ്റവും അടുത്ത നിമിഷം ഒരു അറുതി വരുത്താൻ എന്ത് സാധ്യമാകുമോ എന്ന് നോക്കുകയാണ്, അതിനാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഹമാസിന്റെ ഇടപെടൽ അവിടെ ഗാസയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ളതാണ്, ആത്മാർത്ഥമാണ് എന്ന് തന്നെയാണോ കരുതേണ്ടത്? അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആത്മഹത്യാപരം എന്ന് തോന്നുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ സമാധാന പദ്ധതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോലും അതിനെ മറികടന്നും ഈ സമാധാന ചർച്ചയുടെ ടേബിളിന് ഒരു വശത്ത് ഹമാസ് ഇരിക്കുന്നത് ആത്മാർത്ഥമായി അത് അവസാനിക്കണം എന്ന ആഗ്രഹത്താലാണോ? രേണു, തീർച്ചയായും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം, ഈ ഏകപക്ഷീയമായ ആക്രമണം അല്ലെങ്കിൽ വംശഹത്യ, ഇസ്രായേലിന്റെ വംശഹത്യ അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും വലിയ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അവ്യക്തതകളും മുൻകാലത്തെ ദുരനുഭവങ്ങളും ഉണ്ടായിട്ട് പോലും ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയോട് ഹമാസ് വളരെ പോസിറ്റീവായി പ്രതികരിച്ചത്. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ 2 വർഷം ഒരുപക്ഷെ ആധുനിക ലോകം ഇക്കാലം വരെ ദർശിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത അത്രമാത്രം വലിയ കൊടും ക്രൂരതയാണ് ഗസയിലെ മനുഷ്യരോട് ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 67,000-ലധികം മനുഷ്യന്മാർ മരിച്ചു. അതിലേതാണ്ട് 1/4 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ്. 1/4 ലക്ഷത്തോളം കുഞ്ഞുങ്ങളിൽ തന്നെ 3 ലക്ഷത്തോളം, ഈ 1/4 ലക്ഷത്തോളം കുഞ്ഞുങ്ങളിൽ 25,000-ഓളം കുഞ്ഞുങ്ങളിൽ 3000-ഓളം കുട്ടികൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതായത് ഇളം പിഞ്ചു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വരെ അതിക്രൂരമായി കൊന്നൊടുക്കി അന്തർദേശീയ സമൂഹത്തിന്റെയോ ആഗോള സംഘടനകളുടെയോ ലോകരാജ്യങ്ങളുടെയോ ഒരു അഭ്യർത്ഥനയോ അല്ലെങ്കിൽ ആവശ്യമോ ചെവിക്കൊള്ളാതെ ഇസ്രായേൽ വലിയ തോതിലുള്ള ഒരു വംശഹത്യ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഈ പദ്ധതിയോട് അവർ വളരെ പോസിറ്റീവായി പ്രതികരിച്ചത്. അതേസമയം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നേരത്തെ സംസാരിച്ച പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഇതൊരു ക്ഷിപ്രസാധ്യമായ ഒരു കരാറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ ട്രംപിന്റെ ഈ 20 ദിന പദ്ധതി തന്നെ ആദ്യമധ്യാന്തം വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഒരുപക്ഷെ ഈ ഡൊണാൾഡ് ട്രംപും അമേരിക്കയും തന്നെ, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്ന അമേരിക്കയാണ്. ആഗോള സമൂഹത്തിൽ ഇസ്രായേലിനെ ഇന്നും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന ഒരു പ്രമുഖ രാജ്യം അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച കരാറിൽ സ്വാഭാവികമായും ഏകപക്ഷീയമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ പീസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായി മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയ കരാറുകളുടെ അവസ്ഥയാണ്. 1978-ലെ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് ആവട്ടെ, 93-ലെ ഓസ്ലോ കരാറാവട്ടെ, അതിനുശേഷം ജൂനിയർ ബുഷിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഈ റോഡ് മാപ്പ് കർമ്മ പദ്ധതി ആവട്ടെ, പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള കർമ്മ പദ്ധതി ആവട്ടെ, ഈ കരാറുകളെല്ലാം തന്നെ ഏകപക്ഷീയമായി ഇസ്രായേൽ ലംഘിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് 20 ദിന പദ്ധതി മുന്നോട്ട് വെച്ച് സ്റ്റോപ്പ് ബോംബിംഗ് എന്നാവശ്യപ്പെട്ട് ഇതോടുകൂടി ഈ കരാറിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഗസയിൽ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതിനു ശേഷവും ഇതുവരെ 30ഓളം മനുഷ്യരെ അവിടെ കൊന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ നമുക്ക് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 10ഓളം ആളുകൾ ഇസ്രായേൽ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ അത് അവസാനിപ്പിച്ചിരുന്നില്ല. ആ ഒരു പ്രശ്നം, ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം, ഇസ്രായേലുമായി ഒരു കരാറിലെത്തിയാൽ പോലും അത് പലസ്തീൻ ജനതയ്ക്ക് ഗുണകരമായിരിക്കില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ള ഈ 20 ദിന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറാണ്. ഹമാസ് എന്ന പ്രസ്ഥാനത്തിന് തന്നെ പ്രസക്തിയില്ലാത്തൊരു ഘട്ടം വരും. അതെപ്പോഴാണ്? സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുമ്പോഴാണ്. ഞാൻ എന്റെ ഒരു അറിവിലും വായനയിലും അല്ലെങ്കിൽ നിരീക്ഷണത്തിലും ഇന്നത്തെ ആഗോളക്രമത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് ഒരു തരത്തിലും ഇസ്രായേൽ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും വളരെ പരിമിതമായ ഭൂപ്രദേശം, ഗസയും വെസ്റ്റ് ബാങ്കും മാത്രം ചേർത്ത് ഒരു പരമാധികാര ദേശരാഷ്ട്രം രൂപീകരിക്കുക എന്നതാണ്
ഹമാസിനെയും ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യം. ആ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചാൽ ഈ സംഘർഷങ്ങൾക്ക് തന്നെ പൂർണ്ണ അവസാനമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. പക്ഷേ അത് ഇന്നത്തെ ലോകക്രമത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ എന്ന രാജ്യം ഈ ലോകത്ത് ഭൂമുഖത്ത് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവരുടെ ഏറ്റവും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്നതിനപ്പുറം ഈ 20 നിർദ്ദേശപ്രകാരം ഉണ്ടാകുന്ന താൽക്കാലിക ഭരണ സംവിധാനം എന്താണ് എന്നതിൽ പോലും ഒരു വ്യക്തതയില്ല. ആരതിനെ നയിക്കും, ആരൊക്കെയാകും അംഗങ്ങൾ എന്നതിൽ പോലും വ്യക്തതയില്ല. തീർച്ചയായും അത് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അനുസരിച്ച് മനസ്സിലാക്കുന്നത് ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ഫലസ്തീനെ ഭരിക്കുമെന്നുള്ളതാണ്. അത് ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അതൊരു തരത്തിലും ഹമാസ് അംഗീകരിക്കാൻ പോകുന്നില്ല. അവരിതുവരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അവരിതുവരെ അവരുടെ ജീവൻ കൊടുത്ത്, അവരുടെ കുഞ്ഞുങ്ങളുടെ ചോര കൊടുത്ത് പോരാടുന്നത്, സമരം ചെയ്യുന്നത് അവരുടെ സ്വതന്ത്ര പലസ്തീൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാ. അവിടെ അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാകാതെ നിങ്ങൾക്ക് പിന്നെ പുറത്തു നിന്നുള്ള ഞങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്ന, ഞങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ വന്ന് ഭരിക്കും, അവർക്കായിരിക്കും നിങ്ങളുടെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഇസ്രായേൽ നിയന്ത്രണത്തിൽ ആ പ്രദേശം നിൽക്കുന്നത് തുല്യം തന്നെ ആയിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഹമാസ് അത് അംഗീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പകരം ഹമാസ് മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഹമാസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഫലസ്തീനികളായ ആളുകളുടെ, ടെക്നോക്രാറ്റുകളുടെ ഒരു സംഘത്തെ ഈ ഭരണ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറാം. ഭരണം ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമല്ല. ഞങ്ങളുടെ ലക്ഷ്യം പലസ്തീനിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഒരു രാജ്യം വേണം. ആ രാജ്യത്ത് പരമാധികാര സ്വഭാവമുള്ള ആ രാജ്യത്ത് അവർക്ക് ലോകത്തെ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെ പോലെ മനുഷ്യാവകാശങ്ങളും ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യ പരിഗണനയും ഉള്ള ജീവികളായി ജീവിച്ചു പോകാൻ പറ്റണം. അതിനുള്ള സാഹചര്യം അവിടെ ഒരുക്കണമെന്നുള്ളതാണ്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ കരാർ ഒപ്പുവെച്ചാൽ തന്നെയും മുൻകാലങ്ങളിലെ പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ക്യാമ്പ് ഡേവിഡ് അക്കോർഡിൽ എന്താ ഉണ്ടായത്? ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് പ്രകാരം ഇസ്രായേൽ സെറ്റിൽമെന്റ് നിന്ന്, അധിനിവേശ പലസ്തീനിൽ നിന്ന് ഇവർ പിന്മാറണമെന്നായിരുന്നു. പക്ഷെ അതിനുശേഷം എത്രയോ തവണ ഇസ്രായേൽ സെറ്റിൽമെന്റ് വ്യാപിപ്പിച്ചു. ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലും. ഓസ്ലോ കരാറിൽ ഇസ്രായേലിനെ ആദ്യമായി ഔദ്യോഗികമായി ഫലസ്തീൻ അംഗീകരിച്ചു. യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റി ഇസ്രായേൽ അംഗീകരിച്ചു. പകരം 1967 ബോർഡറിലേക്ക് അല്ലെങ്കിൽ മേഖലകളിലേക്ക് ഇസ്രായേൽ പിന്മാറണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നടന്നോ? ഇല്ലല്ലോ. അവിടെ നിന്നും 67 നിന്നും പല തവണ അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് ഭൂമിയിലേക്ക് ഇസ്രായേൽ കടന്നു കയറുകയും തദ്ദേശീയരായ ഫലസ്തീനികളെ അവിടെ നാട്ടിപ്പായിക്കുകയും നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും ഇന്നലെയുമായി വെസ്റ്റ് ബാങ്കിലും ഈ കാഴ്ച കാണുന്നു. അപ്പോ പ്രശ്നം എന്താണ്? ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യമാണ്. പക്ഷേ അതിനുള്ള സാധ്യത ഇന്നത്തെ ആഗോളക്രമത്തിൽ, ഇന്നത്തെ ശാക്തിക ബലാബലത്തിൽ എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യമാണ് പ്രശ്നം. അതില്ലാത്തിടത്തോളം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയും. തീർച്ചയായും പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകില്ല, ശാശ്വത പരിഹാരം എന്തായാലും ഉടൻ ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ്. അപ്പോഴും നമ്മൾ താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ അവിടെ ഉണ്ടാകുമോ എന്നതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അതിനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടോ? ട്രംപിന്റെ ഇടപെടൽ 20 പദ്ധതി അതിലേക്കെങ്കിലും താൽക്കാലികമായി നയിക്കുമോ എന്നതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ